കൊക്കും ഞണ്ടും. ഒരു വലിയ കുളത്തിനടുത്ത് വയസ്സായ ഒരു കൊക്ക് താമസിച്ചിരുന്നു. പ്രായത്തിന്റെ വയ്യായ്മകൾ കൊണ്ട് കൊക്കിന് മീനൊന്നും പിടിക്കാൻ പറ്റാതായി. അങ്ങനെ എന്തു ചെയ്യുമെന്ന് ആലോചിച്ചിരുന്ന കൊക്കിന് പെട്ടെന്ന് ഒരു കുബുദ്ധി തോന്നി. കൊക്ക് കുളത്തിനരികിൽ ചെന്നിരുന്ന് ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. കരച്ചിൽ കേട്ട് ആദ്യം വന്നത് ഒരു ഞണ്ടാണ്. "എന്താണ് കൊക്കമ്മാവ, മീനൊന്നും പിടിക്കാതെ ഇങ്ങനെ ഇരുന്ന് കരയുന്നത്?" ഞണ്ട് ചോദിച്ചു. "ഞാൻ മീൻതീറ്റ നിർത്തി. എന്റെ മരണം വരെ ഞാൻ ഇനി ഒരു തുള്ളി വെള്ളം പോലും കുടിക്കില്ല," കൊക്ക് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. "അതെന്താ? കരയാതെ കാര്യം പറയൂ," ഞണ്ട് വീണ്ടും ചോദിച്ചു. "നാട്ടിലെ ഒരു ജ്യോത്സ്യർ പറയുകയാണ് ഈ കുളം കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ പറ്റിപ്പോകുമെന്ന്. അടുത്ത 12 വർഷത്തേക്ക് ഇവിടെ മഴ പെയ്യില്ലെന്ന്. കുളം പറ്റിയാൽ നിങ്ങൾ മീൻകുഞ്ഞുങ്ങൾ എന്തു ചെയ്യും? അതോർത്താണ് ഞാൻ കരയുന്നത്." കൊക്ക് തന്റെ തന്ത്രം പ്രയോഗിക്കുവാൻ തുടങ്ങി. കുളം പറ്റുമെന്ന് കേട്ട് ഞെട്ടിപ്പോയ ഞണ്ട് ആ വാർത്ത പറയാൻ കുളത്തിനടിയിലേക്ക് പാഞ്ഞു. മറ്റുള്ളവരോട് കാര്യം പറഞ്ഞു എല്ലാവരും പേടിച്ചു. ഇനി എന്തു ചെയ്യുമെന്ന് അറിയാതെ അവർ കൊക്കിനോട് തന്നെ ഉപദേശം തേടി. "12 വർഷം മഴ പെയ്തില്ലെങ്കിലും വെള്ളം പറ്റാത്ത ഒരു കുളം എനിക്കറിയാം. ഞാൻ നിങ്ങളെ ഓരോരുത്തരായി അവിടെ എത്തിക്കാം," കൊക്ക് പറഞ്ഞു. മീനുകളെല്ലാം അതിനോട് യോജിച്ചു. എല്ലാവർക്കും സന്തോഷമായി. എല്ലാ ദിവസവും കൊക്ക് ഓരോ മീനുകളെ കൊത്തിയെടുത്ത് അടുത്തുള്ള കുളം ലക്ഷ്യമാക്കി പറന്നു. എന്നാൽ ആ മീനുകളെല്ലാം കൊക്കിന്റെ ആഹാരമായി തീരുന്നതായിരുന്നു സത്യം. പക്ഷെ അതാരും അറിഞ്ഞില്ല. അങ്ങനെ ഒരു ദിവസം ഞണ്ട് പരാതിയുമായി കൊക്കിനടുത്തെത്തി. "കൊക്കമ്മാവ, അമ്മാവൻ മീനുകളെ മാത്രമാണ് രക്ഷപ്പെടുത്തുന്നത്. പുതിയ കുളത്തിലേക്ക് എനിക്കും പോകണം," ഞണ്ട് പറഞ്ഞു. മീനിനെ തിന്നു മടുത്ത കൊക്കിന് ഞണ്ടിനെ തിന്നാൻ ഒരു കൊതി തോന്നി. അങ്ങനെ ഞണ്ടിനെ കൊണ്ടുപോകാൻ കൊക്ക് സമ്മതിച്ചു. ഞണ്ടിനെയും കൊണ്ട് കൊക്ക് പറക്കാൻ തുടങ്ങി. പോകുന്ന വഴിയിൽ മീനിന്റെ മുള്ളുകൾ കിടക്കുന്നത് കണ്ട ഞണ്ടിന് കൊക്കിന്റെ ദുഷ്ടബുദ്ധി മനസ്സിലായി. "കൊക്കമ്മാവ, പുതിയ കുളത്തിൽ നമ്മൾ എപ്പോൾ എത്തും?" ഒന്നും അറിയാത്ത ഭാവത്തിൽ ഞണ്ട് ചോദിച്ചു. "ഇവിടെ ഒരു കുളവുമില്ല. ഞാൻ നിന്നെ തിന്നാൻ കൊണ്ടുവന്നതാണ്," എന്ന് പറഞ്ഞ് കൊക്ക് താഴത്തേക്ക് പറന്നിറങ്ങി. കൊക്കിന്റെ പുറകിലിരുന്ന ഞണ്ട് തന്റെ കൈകളാൽ കൊക്കിന്റെ കഴുത്തിൽ ഇറുക്കാൻ തുടങ്ങി. ശ്വാസം മുട്ടി രക്തം വാർന്ന് കൊക്ക് ചത്തു. തിരിച്ച് കുളത്തിലെത്തിയ ഞണ്ട് നടന്നതെല്ലാം മറ്റുള്ളവരോട് പറഞ്ഞു. പിന്നീട് ഒരുപാട് കാലം അവരെല്ലാവരും ആ കുളത്തിൽ സന്തോഷമായി ജീവിച്ചു. ആരെയും അന്ധമായി വിശ്വസിക്കരുത്. അറിയുന്ന കാര്യങ്ങളിലെ സത്യാവസ്ഥ മനസ്സിലാക്കി വിവേകത്തോടെ തീരുമാനങ്ങൾ എടുക്കുക.